ഗുഡ് മോർണിംഗ്. ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിൽ ഇന്ന് നമുക്ക് കുറച്ച് വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ തന്നെ പറയാനുണ്ട്. നമ്മുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത EVM-നേക്കാൾ അപകടത്തിലായിരിക്കുന്ന, സംശയത്തിലായിരിക്കുന്ന ഒരു കാലമാണ്. തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട തട്ടിപ്പ് നടക്കുന്നത് പോളിംഗ് ശതമാന കണക്കുകളിലാണ്. തിരഞ്ഞെടുപ്പിന്റെ പോളിംഗ് കണക്കുകൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് 48 മണിക്കൂറിനകം പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സുപ്രധാന ഹർജി സുപ്രീം കോടതിയുടെ മുന്നിലുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി ഈ വിഷയത്തിൽ നോട്ടീസ് അയച്ചിരുന്നു. ഇതിൽ അപകടമോർത്തു നോക്കൂ. പല ഘട്ടങ്ങളിലായിട്ടാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വളരെ സംശയാസ്പദമായ രീതിയിൽ ഓരോ ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും കൃത്യമായ വോട്ടിംഗ് ശതമാന കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുകയോ പബ്ലിക്കായി സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയോ ചെയ്യുന്നില്ല. വളരെ മെല്ലെ ശതമാന കണക്ക് പുറത്തു വരുമ്പോൾ പോളിംഗ് ദിവസം ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ വലിയ കണക്ക് വ്യത്യാസം വരികയും ചെയ്യുന്നു. കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്നും എന്തുകൊണ്ടാണ് ഇത് പുറത്തുവിടാൻ വൈകുന്നതെന്നുമുള്ള ഒരു ഹർജി പരിഗണിക്കവേ മെയ് 17 കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് എന്താ ഇത് പുറത്തുവിടാത്തതെന്ന് ചോദിച്ചു. ഓരോ ബൂത്തിലെയും പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുന്ന 17C ഫോമുകൾ സമാഹരിക്കുന്നതിന് സമയമെടുക്കുന്ന ഒരു പ്രക്രിയ ആയതിനാലാണ് ഇത് പറ്റാത്തതെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയത്. സത്യത്തിൽ 17C ഫോമുകൾ സമാഹരിക്കാൻ യാതൊരു പ്രയാസവുമില്ല. വോട്ടെടുപ്പ് കഴിയുമ്പോൾ തന്നെ പോളിംഗ് ഏജന്റുമാരുടെ കയ്യിൽ ഈ കണക്കുകൾ വരുന്നുണ്ട്. ഓരോ ഘട്ടം വോട്ടെടുപ്പ് കഴിയുമ്പോഴും ഫോം 17Cയുടെ ഭാഗം 1 രേഖപ്പെടുത്തിയ ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിൽ കൃത്യമായ കണക്ക് ബൂത്ത് തിരിച്ച് പട്ടികപ്പെടുത്തി നൽകാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നാണ് ADR ഹർജിയിലൂടെ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടത്. കൂടാതെ മണ്ഡല അടിസ്ഥാനത്തിലുള്ള വോട്ടുകളുടെ എണ്ണവും ലഭ്യമാക്കണമെന്നാണ് ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നത്. ഇത് വളരെ സുപ്രധാനമായ ആവശ്യമാണ്. നമ്മൾ ഓരോരുത്തരും ആവശ്യപ്പെടേണ്ടതാണ്. സത്യത്തിൽ EVM-ൽ അല്ല ഇവിടെ തട്ടിപ്പ് നടക്കുന്നത്, ഈ കണക്കുകളിലാണ്. ഇന്നലെയും കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ ഹാജരായി. 17C സൈറ്റിൽ അപ്ലോഡ് ചെയ്യാൻ കോടതി കമ്മീഷനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അത് അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല എന്നൊരു സ്റ്റാൻഡാണ് കമ്മീഷൻ എടുത്തത്. അങ്ങനെ ചെയ്താൽ അതിൽ മോർഫൊക്കെ ചെയ്ത് മാനിപ്പുലേഷൻ നടക്കുമെന്നാണ് വളരെ വിചിത്രമായ കമ്മീഷന്റെ വാദം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് അക്കൗണ്ടബിലിറ്റി ഇല്ല. വോട്ടുകൾ എത്ര എന്ന് ഇലക്ഷൻ കമ്മീഷൻ നമ്മളോട് പറയുന്നില്ല. സുതാര്യതയില്ല. വലിയ തട്ടിപ്പ് ഇവിടെ നടക്കുന്നു എന്ന് നമുക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 50% പോൾ ചെയ്ത വോട്ട് യഥാർത്ഥത്തിൽ എന്ന് കരുതുക. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ അത് 60% പറഞ്ഞാൽ എന്താ നമ്മുടെയൊക്കെ അവസ്ഥ? ഇതാണോ സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ രാജ്യം വലിയ അപകടത്തിലാണ്. ഇലക്ഷൻ കമ്മീഷനെ അവർ വിലക്കെടുത്തു കഴിഞ്ഞു. ആ ധൈര്യത്തിലാണ് ഇവർ 400 സീറ്റ് എന്ന് പാട്ടുപാടി നടക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിന്റെ ഭീകരത മനസ്സിലായോ? വോട്ടിംഗ് ശതമാന കണക്കിലാണ് ഈ കള്ളക്കളികൾ നടക്കുന്നതെന്ന് നമുക്ക് സംശയിക്കാവുന്ന സാഹചര്യമുണ്ട്. पिछड़े वर्ग के रिजर्वेशन के ऊपर अपने वोट बैंक के लिए डाका डालकर वो रिजर्वेशन मुस्लिम जातियों को देना चाहती है. കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ഒരു ജഡ്ജ് താൻ RSS ആണ്, ഇനിയും RSS ആയിരിക്കുമെന്ന് പറഞ്ഞത് ഇന്നലെയാണ്. അതിന് തൊട്ടു മുമ്പ് കൽക്കട്ട കോടതിയിലെ ജഡ്ജി രാജിവെച്ച് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഈ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. आज ही कोलकाता हाईकोर्ट ने इस इंडी अलायंस को एक बहुत बड़ा तमाचा मारा है. कोर्ट ने 2010 के बाद से जारी सारे OBC सर्टिफिकेट कैंसिल कर दिया है. നരേന്ദ്രമോദി പച്ചവർഗീയത വീണ്ടും പറയുന്നു. ഇന്നലെ ഡൽഹിയിലെ ദ്വാരകയിൽ കൽക്കട്ട കോടതി മമതയുടെ ബംഗാളിൽ 2010 ശേഷമുള്ള എല്ലാ OBC സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കി എന്ന് പറയുന്നു. ഇത് കോടതിയാണെന്ന് കേട്ടോ, കൽക്കട്ട കോടതി. മമത വോട്ട് ബാങ്കിനായി മുസ്ലിങ്ങൾക്ക് OBC സർട്ടിഫിക്കറ്റ് നൽകി. മമതയുടെ പ്രീണന രാഷ്ട്രീയം അതിരുകടക്കുന്നു. സർക്കാർ ഭൂമി വഖഫിന് കൈമാറി. ബജറ്റിന്റെ 15% ന്യൂനപക്ഷങ്ങൾ തുടങ്ങിയ പച്ചവർഗീയതയാണ് പ്രധാനമന്ത്രി പറയുന്നത്. ഒരു പ്രധാനമന്ത്രിക്ക് പറയാൻ പറ്റിയ കാര്യങ്ങളാണോ ഇതൊക്കെ? നടപടിയെടുക്കാൻ ആളില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അവർ വിലക്കെടുത്തു കഴിഞ്ഞു. ഒരു നടപടി ഇവിടെ ഇല്ല. വളരെ വലിയ സംഭവങ്ങളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ സർക്കാർ 2011 സംസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നത്. 2010 ശേഷം പശ്ചിമ ബംഗാളിൽ നൽകിയ എല്ലാ OBC സർട്ടിഫിക്കറ്റുകളുമാണ് കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നത്. കോടതി പോലും നരേന്ദ്രമോദി പ്രസംഗങ്ങളിൽ പറയുന്നതാണ് വിധിയായി ഇറക്കുന്നതെന്ന്. വിചിത്രമായ കാലമാണ്. ഈ വിധി അംഗീകരിക്കില്ലെന്നും നിയമ പോരാട്ടം നടത്തുമെന്നും മമതാ ബാനർജി ഇന്നലെ പറഞ്ഞു. എന്ത് നിയമ പോരാട്ടം അല്ലെ? നിയമ പോരാട്ടം നടത്തിയിട്ട് എന്താണ് കാര്യം? പരസ്യമായും രഹസ്യമായും RSS എന്ന് പറയുന്നവരാണ് നമ്മുടെ ന്യായാധിപന്മാർ. ഇവിടെ ആർക്കാണ് നീതി കിട്ടുക?
അടുത്ത വാർത്ത ഇതിനേക്കാളൊക്കെ സംശയമുണ്ടാക്കുന്നതാണ്. സ്ട്രോങ് റൂമിൽ അജ്ഞാതൻ കയറിയെന്ന്, EVM-ൽ സുരക്ഷാ വീഴ്ചയെന്ന്. NCPയുടേതാണ് ആരോപണം. സുപ്രിയ സുലെ ഒരാഴ്ച മുമ്പ് സ്ട്രോങ് റൂമിലെ CCTV ഓഫായ പരാതി പറഞ്ഞിരുന്നു. നമ്മൾ വീഡിയോ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത് രണ്ടാമത്തെ സംഭവം. അഹമ്മദ് നഗറിലെ NCP ശരത് പവാർ വിഭാഗം സ്ഥാനാർത്ഥി നിലേഷ് ലങ്കയാണ് ആരോപണവുമായി വന്നിരിക്കുന്നത്. അഹമ്മദ് നഗറിലെ EVM സൂക്ഷിച്ച സ്ട്രോങ് റൂമിന് സമീപം അജ്ഞാതനെത്തി ഇയാൾ CC ക്യാമറകൾ ഓഫാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നു. വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നു. സ്ട്രോങ് റൂമിലെ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്. ഈ വീഡിയോ നിങ്ങൾ കണ്ടോ? ഒരു പടി കൂടി സംഗതി കടന്നിരിക്കുകയാണ്. വോട്ടിംഗ് മെഷീൻ നിലത്തെറിഞ്ഞ് തകർക്കുകയാണ് ആന്ധ്ര MLA P. രാമകൃഷ്ണ റെഡ്ഡി. മെയ് 13 നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഭരണകക്ഷിയായ YSR കോൺഗ്രസ് പാർട്ടിയുടെ MLA EVM മെഷീൻ നിലത്തെറിഞ്ഞ് തകർത്ത് അടിപിടി കൂടുന്നത്. ഇതിന്റെ വീഡിയോ ഇപ്പോഴാണ് വൈറലായത്, ഇന്നലെ മിഞ്ഞാന്നായിട്ട്. അപ്പൊ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇതുവരെ ആർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു. വീഡിയോ പുറത്തു വന്ന ഉടൻ അന്വേഷണം. മച്ചാർല മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനിലാണ് MLA EVM നിലത്തെറിഞ്ഞ് തകർക്കുന്നത്. MLAയുടെ കൂട്ടത്തിൽ ഒരാൾ പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥരെ അടിക്കുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാം. പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി സ്പെയിനും നോർവേയും അയർലൻഡും കൂടി അംഗീകരിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാവണമെങ്കിൽ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കണമെന്നതാണ് ഇപ്പോൾ ഈ പുതിയ 3 രാജ്യങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട്. ഇതോടെ 140ഓളം രാജ്യങ്ങൾ പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നവരുടെ പട്ടികയിൽ വന്നു. കുറെ തെറി കേട്ട് ചെവി മരവിച്ചത് കൊണ്ടാകാം താരപ്രചാരകരുടെ പ്രസംഗം നിയന്ത്രിക്കണമെന്ന് BJP കോൺഗ്രസ് പാർട്ടി അധ്യക്ഷന്മാർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കുഞ്ഞി നിർദ്ദേശം നൽകി. താരപ്രചാരകർ വാക്കുകളിൽ ശ്രദ്ധാലുവാകണം, പ്രസംഗങ്ങളിൽ മര്യാദ പാലിക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മോദി എന്ന് പറയാൻ ധൈര്യം വന്നിട്ടില്ല. അന്തസ്സുണ്ടെങ്കിൽ നരേന്ദ്രമോദിക്കെതിരെ നടപടി സ്വീകരിക്കുകയും വോട്ടിംഗ് ശതമാനം സത്യസന്ധമായി പുറത്തുവിടുകയുമാണ് വേണ്ടത് മിസ്റ്റർ കമ്മീഷൻ. ഇതൊക്കെ നടക്കും. ഇതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ മോദാനി വേറെ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. ഇന്ത്യൻ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട്, നമ്മളോട് പറയാത്തതുകൊണ്ടും ഫിനാൻഷ്യൽ ടൈംസ് ആണ് ഇന്നലെ ഇക്കാര്യം പുറത്തുവിട്ടത്. നിലവാരം കുറഞ്ഞ കൽക്കരി അദാനി കൂടിയ വിലയ്ക്ക് ഇന്ത്യയിൽ വിറ്റു എന്നാണ് വാർത്ത. പൊതുമേഖലയിലെ വൈദ്യുതി കമ്പനികൾക്കാണ് അദാനി ഗ്രൂപ്പ് നിലവാരം കുറഞ്ഞ കൽക്കരി വാങ്ങി 3 ഇരട്ടി രൂപ കൂട്ടി മറിച്ചു വിറ്റത്. ഇലനക്കിപ്പട്ടിയുടെ കിറുനക്കിപ്പട്ടി എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. എന്നിട്ട് കോടികളാണ് മോദാനി ലാഭം ഉണ്ടാക്കുന്നത്. വൈദ്യുതി മേഖലയിലെ പൊതുമേഖലയിലെ വൈദ്യുതി കമ്പനികൾക്കാണ് ഈ നിലവാരം കുറഞ്ഞ കൽക്കരി മറിച്ചു വിറ്റത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ കൽക്കരി ഇറക്കുമതി ചെയ്യുന്ന കമ്പനിയാണ് മോദാനി. സ്വകാര്യ മേഖലയിൽ കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നതിലും മുൻനിരയിൽ നിൽക്കുന്നതാണ് കമ്പനി. ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് ആണ് അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന കൽക്കരി കുംഭകോണത്തെ പറ്റിയുള്ള റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫിനാൻഷ്യൽ ടൈംസ് വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ അടിപൊളിയല്ലേ നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ? ചെറിയൊരു സന്തോഷ വാർത്തയുണ്ട്. വലിയ സന്തോഷ വാർത്തയല്ല. കർഷകർ BJPക്കെതിരെ പഞ്ചാബിലും ഹരിയാനയിലും കടുത്ത പ്രക്ഷോഭത്തിലാണ്. ദില്ലി ചലോ മാർച്ച് 100 ദിവസം പൂർത്തിയായതോടെയാണ് പ്രക്ഷോഭം കൂടുതൽ കടുപ്പിക്കാൻ അവർ ഇപ്പൊ തയ്യാറെടുത്തത്. BJP നേതാക്കളുടെ വീട് വളയും. 6ഉം 7ഉം ഘട്ടങ്ങളിൽ ഹരിയാനയിലും പഞ്ചാബിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നതേയുള്ളൂ. അതിനു മുമ്പാണ് തെരഞ്ഞെടുപ്പിൽ ഈ കർഷക ദേഷ്യം വോട്ടായി മാറിയാൽ അത് തോൽവിയിൽ പ്രതിഫലിക്കും. നരേന്ദ്രമോദിക്കും അമിത്ഷായും ഒക്കെ പ്രചരണത്തിനായി നരേന്ദ്രമോദി അമിത്ഷായും വരുമ്പോൾ ചോദ്യങ്ങളുമായി കൂട്ടത്തോടെ പ്രചാരണ വേദിയിലെത്താനും കർഷകർ പ്ലാൻ ചെയ്യുന്നു. അവര് നരേന്ദ്രമോദിയും അമിത്ഷായും ഊമകളായതുകൊണ്ട് മറുപടി ഒന്നും പറയില്ല. എന്തായാലും ചോദ്യം ചോദിച്ചതെന്ന് നമുക്ക് സന്തോഷിക്കാം. शायद परमात्मा ने ही मुझे किसी काम के लिए भेजा है, किसी पर्पज के लिए भेजा है, और वो ही मुझसे ये पर्पज की पूर्ति के लिए दिशा भी देता है, शिक्षा भी देता है, सामर्थ्य भी देता है, ऊर्जा भी देता है, प्रेरणा भी देता है. तो शायद कोई दैवी शक्ति कहो, कोई ईश्वरीय शक्ति कहो, उसके बिना ये सब संभव नहीं है. तो मैं तो उसी के हवाले हूं, लेकिन वो दिखता नहीं है. അതേസമയം നരേന്ദ്രമോദി എല്ലായിടത്തും ഓടി നടന്ന് മൂപ്പര് ദൈവത്തിന്റെ അവതാരാണ്, ദൈവം തന്നെ എന്തിനോ വേണ്ടി നിയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് തുടർച്ചയായി നടക്കുന്നു. ഇന്നലെ നമ്മൾ మற்றొരു ఇంటర్వ్యూന്റെ వీడియో పంగువచ్చి ఇన్న వేరొരു మాధ్యమంతో ఇదే కార్యం പറഞ്ഞു. ధ్రువరాటిని సోషల్ మీడియాలో ఫేస్బుక్, ట్విట్టర్ ప్రతి చోట కూడా ఉద్దేశపూర్వకంగా కమెడియన్ చేస్తే చాలా బాగుంటది. ఏంటంటే సన్నీ లియోని నెక్స్ట్ నరేంద్ర మోడీ కేబినెట్ లో మహిళా శిశు సంక్షేమ శాఖకు మంత్రిగా చేస్తున్నారని ధ్రువరాటి చెప్పిండని చెప్పాలి. ఇటువంటి పోస్టులు కంటిన్యూగా పెడుతుంటే ధ్రువరాటి అనేవాడు జోకర్ అవుతాడు. జై శ్రీరామ్. ഒരു തമാശ വീഡിയോ, കുറെ സീരിയസ് കാര്യം പറഞ്ഞേ. തെലങ്കാനയിലെ സംഘികൾ തമ്മിൽ സംസാരിക്കാൻ സാധ്യതയുള്ള ഒരു സാങ്കല്പിക സംഭാഷണം
ധ്രുവിനെ തടയാനുള്ള അവരുടെ ഗൂഢാലോചനയാണ്. ധ്രുവിന്റെ വീഡിയോ കാട്ടുതീ പോലെ പടർന്നു പിടിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് സംഘികൾ ആലോചിക്കുന്നു. വീഡിയോകളും വാദങ്ങളും ഒക്കെ ഭരണഘടനാപരമായി ശരിയായതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെടുന്നു. അവസാനം അവർ പരിഹാരം കണ്ടെത്തുന്നു. മോദി സണ്ണി ലിയോണെ അടുത്ത WCD മന്ത്രിയായിട്ട് നിയമിക്കുമെന്ന് ധ്രുവ് പറയുന്നു എന്ന് കള്ള വ്യാജ പോസ്റ്ററുകൾ ഷെയർ ചെയ്ത് അലമ്പുണ്ടാക്കാമെന്നാണ് സംഘികളുടെ ആലോചന. സ്വപ്നാണേ, സാങ്കല്പികാണേ. അല്ലെങ്കിൽ ഇവന്മാരുടെ പരിപാടി ഇതൊക്കെ തന്നെയാട്ടോ. ജൂട്ട് ബോലോ ബാർ ബാർ ജൂട്ട് ബോലോ. आम आदमी पार्टी के नेता स्वाति मालीवाल ने इल्जाम लगाया कि 13 मई के दिन जब वो दिल्ली के चीफ मिनिस्टर अरविंद केजरीवाल से मिलने उनके घर गई तो उनके पर्सनल सेक्रेटरी विभव कुमार अचानक से आए, बिना किसी प्रोवोकेशन के उन पर चिल्लाने लगे, उन्हें गालियां दी और उनके साथ मारपीट करी। इस इंसिडेंट के 3 दिन बाद स्वाति ने पुलिस में शिकायत करी। कंप्लेन में बहुत गंभीर आरोप लगाए गए, जैसे कि इन्हें लातें मारी गई थी। इन्होंने लिखा ये एक्सट्रीम पेन में थी। लेकिन बाद में जब इस इंसिडेंट का एक वीडियो सामने आया तो उसमें कुछ और ही दिखा। इस वीडियो में स्वाति बैठी हुई थी और विभव कुमार और सिक्योरिटी स्टाफ के साथ वो खुद अभद्र भाषा में बात करती हुई दिख रही थी। आज मैं इन लोगों को सबको बताऊं और तुम्हारी भी नौकरी खाऊंगी अगर मेरे को टच करा। हम रिक्वेस्ट कर रहे हैं, हम तो रिक्वेस्ट कर रहे हैं। आप पढ़े लिखे लोग हैं, आपके साथ ऐसा थोड़ा ये गंजा प्लीज आप 3 से 4 दिन बाद जब स्वाति पुलिस के साथ दिखी तो वो लंगड़ाती हुई दिखी। लेकिन फिर एक और वीडियो सामने आया, इस बारी CCTV फुटेज का उस दिन की। इसमें दिखता है कि जब वो CM हाउस से बाहर निकली तो वो बड़ी तेजी से चलकर गई थी और पेवमेंट से कूद कर गई थी। क्या स्वाति यहाँ पर झूठा आरोप लगा रही थी? आम आदमी पार्टी की नेता आतिशी ने कहा कि अरविंद केजरीवाल को फंसाने के लिए बीजेपी की एक साजिश थी और इसके लिए स्वाति को एक मोहरा बनाया गया। विभव कुमार ने भी स्वाति मालीवाल के खिलाफ एक शिकायत दर्ज करवाई और उसमें कहा कि उस दिन स्वाति के पास कोई अपॉइंटमेंट नहीं थी। वो सीधा CM हाउस के अंदर आई और रेजिडेंशियल एरिया के अंदर घुसने की कोशिश करी। विभव ने उन्हें रोकने की कोशिश करी और स्वाति को गुस्सा आ गया और स्वाति ने उन्हें धक्का मारा। उसके बाद धमकी दी कि उन्हें झूठे केस में फंसा देंगे। आपको क्या लगता है दोस्तों, कौन यहाँ पर सच बोल रहा है? दोनों वीडियो फुटेजेस हमारे पास यहाँ पब्लिकली अवेलेबल है। News 18 की भी एक ये रिपोर्ट है जिसमें बताया गया कि जब आम आदमी पार्टी अपने सबसे मुश्किल दौर से गुजर रही थी तब स्वाति मालीवाल अमेरिका चली गई थी। अरविंद केजरीवाल की गिरफ्तारी के बाद भी वो वापस नहीं आई और पार्टी के अंदर उनके खिलाफ काफी नाराजगी बढ़ने लगी थी। अप्रैल में जब वो वापस आई तो सुनीता और अरविंद केजरीवाल ने उन्हें मिलने की कोई अपॉइंटमेंट नहीं दी। शायद उन्हें लगा कि उनके इंटरेस्ट को ध्यान में नहीं रखा जा रहा। अगर वो सब्र रखती तो शायद केजरीवाल उनसे मिलते, लेकिन उन्होंने इंतजार नहीं किया। नोट करने वाली बात यह भी है कि कितनी तेजी से बीजेपी कंट्रोल्ड इंस्टीट्यूशंस ने यहाँ पर एक्शन लिया। दिल्ली पुलिस ने तुरंत विभव कुमार को अरेस्ट कर लिया। गोदी मीडिया ने 2400 घंटे इस खबर को अपने टीवी चैनलों पर चलाया। लेकिन जब बात बृजभूषण और प्रज्वल रेवन्ना की आती है, ना तो पुलिस कोई एक्शन लेती है, ना ही मीडिया उनकी खबर सुनाता है। उल्टा बीजेपी ने तो बृजभूषण के बेटे को भी टिकट दे रखी है। പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോ, ധ്രുവ് രാത്തി ആം ആദ്മി പാർട്ടിയെ പിന്തുണച്ചുകൊണ്ട് വീഡിയോ ഇറക്കി. സ്വാതിയുടെ പേരിൽ കേസിൽ എന്താണ് നടന്നതെന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു. അതിനി റിപ്പീറ്റ് ചെയ്യണമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഈ വീഡിയോ മലയാളത്തിൽ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. വിശദീകരണമില്ലാതെ തന്നെ ഈസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യാമോ? വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ അത് നമ്മളെ സഹായിക്കും. പോകുന്നതിന് മുമ്പ് എല്ലാവരും തലയിൽ കൈവച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്നായിട്ടൊന്ന് പ്രാഗിയിട്ട് പോണേ. മുടിഞ്ഞ് പണ്ടാരടങ്ങിപ്പോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും നമ്മളും രക്ഷപ്പെടും.